ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പോവാണ്. അതായത് അരിപ്പായസം. ഈ അരിപ്പായസം നമ്മൾ ചൗര്യ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. വളരെ പെട്ടെന്ന് ചൗര്യമൊന്നും ഇല്ലാതെ നമുക്കൊരു പെട്ടെന്നൊരു പായസം തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ പായസം തയ്യാറാക്കിയത് നമുക്ക് നോക്കിയാലോ. ഈ ഒരു അളവിലാണ് നമ്മൾ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ശർക്കര എടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ശർക്കര നല്ലതുപോലെ ചീകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മധുരം നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. അപ്പോൾ പച്ചരി നമ്മൾ നേരത്തെ തന്നെ നമ്മളൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നമ്മുടെ കുക്കറിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും ഏലക്കയും കൂടി പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പശുമ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് പാലും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം കൂടി ഒന്ന് വറുത്ത് കോരിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെയാണോ അത്രയും കാര്യങ്ങൾ മതി. ഇപ്പം തേങ്ങാപ്പാൽ വേണമെന്നൊന്നുമില്ല. നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെ പശുമ്പാലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.